എല്ലാവർക്കും നമസ്കാരം. എൽബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ NIOS +2 വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററിയുടെ പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. ഹിസ്റ്ററി പരീക്ഷയിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കിയിട്ട് പോകേണ്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിവിടെ 2024 ഏപ്രിൽ മാസം മുതൽ 2025 ഏപ്രിൽ മാസം വരെയുള്ള ചോദ്യപേപ്പർ നോക്കിയതിന് ശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വിമൺ ഇൻ ഏർലി വേദിക് സൊസൈറ്റി. ഏർലി വേദിക് സൊസൈറ്റിയിൽ സ്ത്രീകളുടെ സ്റ്റാറ്റസ് എപ്രകാരമായിരുന്നു എന്നുള്ളതാണ് അല്ലേ. നോക്കിക്കേ, പുരുഷ മേധാവി സമൂഹമായിരുന്നെങ്കിലും അന്നത്തെ സ്ത്രീകൾക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ വലിയൊരു സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചിരുന്നു. യാഗകർമ്മങ്ങളിലൊക്കെ അവർക്ക് പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നു. വിധവാ വിവാഹമൊക്കെ അനുവദിച്ചിരുന്നു. കൂടാതെ ശൈശവ വിവാഹം എന്ന് പറയുന്ന സമ്പ്രദായമൊന്നും ഉണ്ടായിരുന്നില്ല. ഭരണസമിതികളിലൊക്കെ അംഗത്വമൊക്കെ സ്ത്രീകൾക്കും ലഭിച്ചിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പോയിൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഉൾപ്പെടുത്തി എഴുതേണ്ടത്. അതിനുശേഷം നിങ്ങൾ മാർക്ക് അനുസരിച്ച് വേണം എഴുതാനായിട്ട് കേട്ടോ. കുറഞ്ഞ മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇതേപോലെ പോയിൻ്റ് ആയിട്ട് എഴുതി കൊടുക്കുക. കുറച്ച് കൂടിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ പോയിൻ്റ് എഴുതിയതിന് ശേഷം അതിനെ ഒന്നുകൂടി കുറച്ചൊരു പാരഗ്രാഫ് ആയിട്ടുള്ള രീതിയിൽ ഒന്നുകൂടി എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഏർലി വേദിക് സൊസൈറ്റി സ്ത്രീകളുടെ ആ ഒരു സ്റ്റാറ്റസ് എപ്രകാരമായിരുന്നു ചോദിച്ചാൽ അവർക്ക് അത്യാവശ്യം എല്ലാ രീതികളിലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ക്വസ്റ്റിന്, ഡിസ്ക്രൈബ് ദ മെയിൻ പോയിന്റ്സ് ഓഫ് ദി എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ മുഗൾസ് ആൻഡ് ബിജാപൂർ ഡ്യൂറിംഗ് ഷാജഹാൻസ് റെയിൻ. നോക്കിയേ, ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് മുഗളന്മാരും ബിജാപൂരും തമ്മിലുണ്ടായ കരാറിലെ പ്രധാന വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ബിജാപൂർ മുഗൾ മേൽക്കോയ്മ അംഗീകരിച്ചു എന്നതുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ബിജാപൂർ മുഗളന്മാർക്ക് വാർഷിക കപ്പം നൽകാനായിട്ട് സമ്മതിക്കുകയും അഹമ്മദ് നഗർ സുൽത്താനിൻ്റെ അവശേഷിക്കുന്ന പ്രദേശങ്ങളൊക്കെ ഇരു രാജ്യങ്ങൾക്കുമായിട്ട് വിഭജിച്ച് നൽകുകയൊക്കെ ചെയ്തു. മറാത്ത ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുഗളന്മാരെ സഹായിക്കാനും ബിജാപൂർ ബാധ്യസ്ഥനായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റുകൾ അവിടെ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കരാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളായിരുന്നോ, അതായത് ആ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ബിജാപൂർ മുഗൾ മേൽക്കോയ്മ അംഗീകരിച്ചു. രണ്ടാമത്തുള്ള വാർഷിക കപ്പം അല്ലേ, അതായത് ബിജാപൂർ മുഗളന്മാർക്ക് വാർഷിക കപ്പം നൽകാനായിട്ട് തീരുമാനിച്ചു. അഹമ്മദ് നഗർ സുൽത്താനത്തിൻ്റെ അവശേഷിക്കുന്ന പ്രദേശങ്ങളൊക്കെ ഇരു രാജ്യങ്ങൾക്കുമായിട്ട് വിഭജിച്ചു. മറാത്ത ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുഗളന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബിജാപൂർ ബാധ്യസ്ഥനുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിന്റ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ മറാത്താസ് അല്ലേ. നോക്കിക്കേ, മറാത്തകളുടെ കേന്ദ്ര ഭരണത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്ന 8 മന്ത്രിമാരുടെ സമിതിയായിരുന്നു. ഇത് ശിവജി എന്ന രാജാവിനെ ഭരണകാര്യങ്ങളിലൊക്കെ സഹായിച്ചു. ഈ സമിതിയിലെ പ്രധാനമന്ത്രി പേഷ്വ എന്നറിയപ്പെട്ടിരുന്നു. വിദേശകാര്യങ്ങൾ, നീതിന്യായം, സൈന്യം, ധനകാര്യം തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഓരോ മന്ത്രിമാർക്കും പ്രത്യേക ചുമതലകൾ ഉണ്ടായിരുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു 8 മന്ത്രിമാരുടെ സമിതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കാര്യങ്ങൾ, അതായത് വിദേശകാര്യങ്ങളായിക്കോട്ടെ, നീതിന്യായമായിക്കോട്ടെ, സൈന്യമായിക്കോട്ടെ, ധനകാര്യമായിക്കോട്ടെ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും രാജാവിന് പരമാധികാരം ഉണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഓരോ മന്ത്രിമാരുടെയും അല്ലെങ്കിൽ ഓരോ പ്രത്യേക ചുമതലകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ ഗൈഡ് നോക്കി പഠിക്കുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ പേജ് നമ്പർ 142 143 പേജിൽ വളരെ കൃത്യമായിട്ട് തന്നെ ആ 8 മന്ത്രിമാരുടെ സമിതി കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഓരോന്നിൻ്റെ ഹെഡിങ് പഠിച്ചു വെക്കുക, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റും നോക്കി വെക്കണം, പ്രധാനപ്പെട്ടതാണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ മറാത്താസ്. ഇനി അടുത്തോടെ പറഞ്ഞിരിക്കുന്ന റിവോൾട്ട് ഓഫ് 1857 ആണ്. ദ സെപ്പോയ്സ് ഹാഡ് ദെയർ ഓൺ റീസൺ ഫോർ റെസെൻമെന്റ് ഇൻ ദ റിവോൾട്ട് ഓഫ് 1857. എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ്. 1857 കലാപത്തിൽ പങ്കെടുത്ത ശിപ്പായിമാർക്ക് അല്ലെങ്കിൽ സൈനികർക്ക് ശക്തമായ
ശക്തമായിട്ടുള്ള അതൃപ്തിക്ക് കാരണങ്ങളുണ്ടായിരുന്നു. എന്താണ്? കുറഞ്ഞ ശമ്പളവും സ്ഥാനക്കയറ്റമില്ലായ്മയും അവരെ അസംതൃപ്തരാക്കി. മതപരമായിട്ടുള്ള വികാരങ്ങളെ വ്രണപ്പെടുത്തിയ പുതിയ എൻഫീൽഡ് തോക്കുകൾ കലാപത്തിന് പെട്ടെന്നുള്ള കാരണമായി. ഈ തോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന തിരകളിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പുണ്ടെന്ന അഭ്യൂഹം ഹൈന്ദവ മുസ്ലിം സൈനികരെ പ്രകോപിപ്പിച്ചു അല്ലേ. കൂടാതെ വിദേശത്ത് പോയി സേവനമനുഷ്ഠിക്കാനുള്ള നിർബന്ധവും അവരുടെ അസന്തുഷ്ടത വർദ്ധിപ്പിച്ചു. ഓക്കെ, അപ്പം ഈ ഒരു 1857 കലാപം എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തു നിന്ന് കോസസ് ഓഫ് റിവോൾട്ട് ഓഫ് 1857, റിസൾട്ട് ഓഫ് 1857 റിവോൾട്ട്, അതുപോലെ തന്നെ ഫെയിലർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857, ഇതെല്ലാം നോക്കി വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. കുറഞ്ഞ ശമ്പളം, സ്ഥാനക്കയറ്റമില്ലായ്മ അല്ലേ, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള വികാരങ്ങളെ വ്രണപ്പെടുത്തിയ പുതിയ എൻഫീൽഡ് തോക്കുകൾ അല്ലേ. ആ തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകൾ എന്ന് പറയുന്നത് പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പുണ്ടെന്നുള്ള അഭ്യൂഹം അല്ലേ, അത് ഹൈന്ദവ മുസ്ലിം സൈനികരെ പ്രകോപിപ്പിച്ചു. അതുപോലെ തന്നെ അത് മെയിനായിട്ടും അവരുടെ മതപരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചിന്തകളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടാവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. പിന്നെ ഇതേപോലെ പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസും കൂടെ നോക്കുക, കോസസ്, റിസൾട്ട്, ഫെയിലർ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, അടുത്തത് എക്സാമിൻ എനി 2 ഫങ്ഷൻസ് ഓഫ് സുബൈദർ ഇൻ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദ മുഗൾസ്. അവിടെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, ക്രമസമാധാനവും സൈനിക ഭരണവും. നിങ്ങൾ ആ ഹെഡിങ് തന്നെ പഠിച്ചു വെക്കുക. 2 പറഞ്ഞിരിക്കുന്നത്. സോ 2 ഫങ്ഷൻസ് അവിടെ എഴുതി കൊടുത്താൽ മതി. ക്രമസമാധാനവും സൈനിക ഭരണവും. അതിനകത്ത് പ്രവിശ്യയിലെ ക്രമസമാധാനം നിലനിർത്തുക, അതുപോലെ തന്നെ സൈനികരെ നയിക്കുക, പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെടുത്തുക, ഇതൊക്കെ പ്രധാന ചുമതലയായിരുന്നു. അതുപോലെ തന്നെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊതുഭരണം എടുത്തു കഴിഞ്ഞാൽ സുബൈദറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പൊതുഭരണത്തിന് മേൽനോട്ടം വഹിക്കുക, അതുപോലെ തന്നെ ധനകാര്യ ഉദ്യോഗസ്ഥരൊഴികെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുക, പ്രാദേശിക അധികാരികളിൽ നിന്നൊക്കെ പതിവായിട്ട് റിപ്പോർട്ടുകളൊക്കെ വാങ്ങിക്കുക, ഇതൊക്കെ ഇതിൽ വരുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ സുബൈദറിൻ്റെ ഫങ്ഷനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ ആൻഡ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷനും ജനറൽ അഡ്മിനിസ്ട്രേഷനും, ഈ രണ്ട് ഫങ്ഷനെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ 2 ഹെഡിങ് അവിടെ പഠിക്കുക, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടെ നോക്കി വെക്കാം. ഇനി അതുപോലെ തന്നെ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് ആൻസർ ഉൾക്കൊള്ളിച്ചിട്ടില്ല, നിങ്ങളത് പഠിച്ചിട്ട് പോകണം. ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ദ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്സ്. അതുപോലെ തന്നെ അവിടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ബാൽബൺ അല്ലേ, വാട്ട് മെഷേഴ്സ് ഡിഡ് ബാൽബൺ ടേക്ക് ടു എംഫസൈസ് ദാറ്റ് ദ സുൽത്താൻ ഹാഡ് അബ്സലൂട്ട് പവേഴ്സ് ഡിസ്ക്രൈബ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോക്കിയിട്ട് പോകണം. അത് 2 ആ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ ബാൽബനെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്സും നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് 3 റീസൺസ് ഫോർ ദ ബാറ്റിൽ ഓഫ് ബോക്സർ ഇൻ 1764. വർഷം ഓർത്ത് വെക്കുക. 3 റീസൺസ് ഏതൊക്കെയാണ്? ഓപ്പോസിഷൻ ഓഫ് മിർ ഖാസിം അല്ലേ, അബോളിഷൻ ഓഫ് ഡ്യൂട്ടി എക്സെപ്ഷൻ, ഫോർമേഷൻ ഓഫ് ആൻ അലയൻസ്. ഈ 3 റീസൺസ് ആണ് ബാറ്റിൽ ഓഫ് ബോക്സറിനെ ബേസ് ചെയ്തിട്ടുള്ള 3 റീസൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ 3 ഹെഡിങ്സ് അവിടെ പഠിച്ചു വെക്കുക. ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റും കൂടെ വായിച്ച് നോക്കിയിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ട്രീറ്റി ഓഫ് വെർസൈൽസ് അല്ലേ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് ദ 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കിയേ, 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1919 വെർസൈൽ വെച്ച് സഖ്യകക്ഷികളും ജർമ്മനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ട്രീറ്റി ഓഫ് വെർസൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, യുദ്ധത്തിൻ്റെ ഉത്തരവാദിത്വം ആർട്ടിക്കിൾ 231 പ്രകാരം 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഏക ഉത്തരവാദിത്വം ജർമ്മനിക്കാണെന്ന് പ്രഖ്യാപിച്ചു. ഇനി യുദ്ധത്തിൽ സഖകക്ഷികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് വൻ തുക ജർമ്മനി നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു. ഇനി അതേപോലെ തന്നെ ജർമ്മൻ സൈന്യത്തെ 1,00,000 സൈനികർ മാത്രമായിട്ട് പരിമിതപ്പെടുത്തി നാവികസേനയും വ്യോമസേനയും നിരോധിച്ചു. റൈൻലാൻഡ് സൈനിക രഹിത മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ട്രീറ്റി ഓഫ് വെർസൈൽസിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അപ്പോൾ ഈ 3 പോയിന്റുകൾ അവിടെ ഉൾക്കൊള്ളിച്ച് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. അടുത്ത ക്വസ്റ്റ്യനോട് ചോദിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സീ ലയണിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സിമ്പിൾ സെൻറ്റൻസിൽ ആൻസർ എഴുതി കൊടുത്താൽ മതി. നോക്കിക്കേ, ബ്രിട്ടനെ ആക്രമിക്കാനും കീഴടക്കാനും 2-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ സൈന്യം തയ്യാറാക്കിയ കോഡ് നാമമാണ് ഓപ്പറേഷൻ സീ ലയൺ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് തീരത്ത്, പ്രത്യേകിച്ച് തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ ഒരു വലിയ ഉഭയകക്ഷി ആക്രമണം നടത്താനും അതിലൂടെ ബ്രിട്ടൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് അതിവേഗം മുന്നേറാൻ
തീരുമാനമായിരുന്നു ഈ ഒരു പദ്ധതി. ഇനി ഈ ആക്രമണം വിജയകരമാകണമെങ്കിൽ ജർമ്മൻ വ്യോമസേനയെ ബ്രിട്ടീഷ് വ്യോമസേന നശിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ബ്രിട്ടൻ യുദ്ധത്തിൽ ജർമ്മൻ വ്യോമസേന വിജയിക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഹിറ്റ്ലർ 1940 ഒക്ടോബറിൽ ഈ ഒരു ഓപ്പറേഷൻ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വുഡ്സ് ഡെസ്പാച്ച് അല്ലേ. 1854 സർ ചാൾസ് വുഡ് അന്നത്തെ ഗവർണർ ജനറലായ ഡൽഹൌസി പ്രഭുവിന് അയച്ച വിദ്യാഭ്യാസ പരിഷ്കരണ രേഖയാണ് വുഡ്സ് ഡെസ്പാച്ച് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരിൽ പാശ്ചാത്യ അറിവ് പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാലയങ്ങൾ മുതൽ യൂണിവേഴ്സിറ്റികൾ വരെ ഒരു ശ്രേണി സ്ഥാപിക്കാനാണ് ഇത് ശുപാർശ ചെയ്തത്. അതുപോലെ തന്നെ പ്രാഥമിക തലത്തിൽ പ്രാദേശിക ഭാഷയും ഹൈസ്കൂളുകളിൽ ആംഗ്ലോ പ്രാദേശിക ഭാഷയും കോളേജ് തലത്തിൽ ഇംഗ്ലീഷ് പഠന മാധ്യമമാക്കാനും നിർദ്ദേശിച്ചു. വനിതാ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാനും ഇത് ശുപാർശ ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഏതിൽ വരേണ്ടത്, വുഡ്സ് ഡെസ്പാച്ചിനെ ബേസ് ചെയ്തിട്ട് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത്. അപ്പോൾ ഈ വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത് എന്താണ്, വിദ്യാഭ്യാസ പരിഷ്കരണ രേഖയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോണേ. അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സബ്സിഡറി അലയൻസ് സിസ്റ്റം അല്ലേ. 1798 വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥിതി, അതായത് ഈ പറഞ്ഞ സബ്സിഡറി അലയൻസ് സിസ്റ്റം. അപ്പോൾ ഓർത്ത് വെക്കുക, സബ്സിഡറി അലയൻസ് സിസ്റ്റം 1798 വെല്ലസ്ലി പ്രഭുവാണ് ഇത് നടപ്പിലാക്കിയത്. ഇനി ഇതെന്താ നമുക്ക് നോക്കാം. ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റിനെ സ്വന്തം തലസ്ഥാനത്ത് സ്ഥിരമായിട്ട് നിലനിർത്തണം. സൈന്യത്തിൻ്റെ പരിപാലനത്തിനായിട്ട് പണമോ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം കമ്പനിക്ക് കൈമാറുകയോ ചെയ്യണം. രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ അല്ലെങ്കിൽ ഒരു പ്രതിനിധിയെ നിയമിക്കണം. നാട്ടുരാജ്യത്തിന് മറ്റു രാജ്യങ്ങളുമായുള്ള എല്ലാ ബന്ധങ്ങളും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായിരിക്കും. അതുപോലെ തന്നെ മറ്റ് യൂറോപ്യന്മാരെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യണം അല്ലേ. അപ്പോൾ സബ്സിഡറി അലയൻസ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വെല്ലസ്ലി പ്രഭുവാണ് ഇത് നടപ്പിലാക്കിയെന്ന് ഓർത്ത് വെക്കുക, വർഷം ഓർത്ത് വെക്കുക, അതെന്താണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ടുള്ള രീതിയിൽ തന്നെ ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1829 വില്യം ബെൻഡിക് പ്രഭു അല്ലേ സതി നിരോധിച്ചു. രാജാറാം മോഹൻ റോയുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് നടന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷാ വിദ്യാഭ്യാസം നടപ്പിലാക്കി ഇല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മെക്കാളയുടെയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ പാശ്ചാത്യ അറിവുകളും ശാസ്ത്രീയ ചിന്തകളൊക്കെ പ്രചരിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ അടിമത്തം നിയമപരമായിട്ടുള്ള രീതിയിൽ നിർത്തലാക്കി. ഏത് വർഷം? 1843. പിന്നെ അതുപോലെ റെയിൽവേ, തപാൽ, ടെലിഗ്രാഫ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി യാത്രാവിനിമയ സംവിധാനങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ അതൊക്കെ നമുക്കവിടെ പറയാവുന്നതാണ്. സാമൂഹ്യ അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഈ ഒരു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയാനായിട്ട് ശ്രദ്ധിക്കുക. വർഷം കൂടെ നോക്കി പഠിക്കണം കേട്ടോ. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മാർക്കറ്റ് റെഗുലേഷൻസ് ഓഫ് അലാവുദ്ദീൻ ഖിൽജി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം കേട്ടോ. അറിയാലോ എന്താ, കൺട്രോൾ പ്രൈസസും അപ്പോയിൻമെൻറ്റ് ഓഫ് മാർക്കറ്റ് ഓഫീസേഴ്സ്. ഇതാണ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റ് റെഗുലേഷൻസ് നോക്കി വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പലതരത്തിലുള്ള നികുതികളെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ നോക്കി വെക്കുക കേട്ടോ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റസിയ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അപ്പോൾ അത് നമുക്ക് എന്തൊക്കെ പറയാം, 2 പോയിന്റ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പോസിഷൻ ഫ്രം തുർക്കിഷ് നോബിൾസ്, അതുപോലെ തന്നെ ചലഞ്ചസ് ആസ് എ ഫീമെയിൽ റൂളർ. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് അവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് 19th സെഞ്ച്വറിയിലെ എക്കണോമിക് നാഷണലിസം എപ്രകാരമായിരുന്നു എന്നുള്ളതാണ്. അതും കൂടെ നോക്കി വെക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് അല്ലേ. ഡ്രെയിൻ ഓഫ് വെൽത്ത് സിദ്ധാന്തം അത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സോ അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും.
പിന്നെ എക്കണോമിക് നാഷണലിസം ഇൻ ദ 19th സെഞ്ച്വറി, ഇത് നമ്മൾ ആൻസർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പോയിൻ്റാണ്. ഒന്ന് ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങളോടുള്ള വിമർശനം എപ്രകാരമായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു പോയിൻ്റായിട്ട് നമുക്ക് അതിനകത്ത് കൊടുക്കേണ്ട ആൻസർ സ്വദേശി പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടു. ആ 2 പോയിൻ്റ് അവിടെ വരണം. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് വായിച്ച് നോക്കിയിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ആൻസറായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. മെയിനായിട്ടും ക്രിറ്റിസിസം ഓഫ് ബ്രിട്ടീഷ് എക്കണോമിക് പോളിസീസും ഫൗണ്ടേഷൻ ഓഫ് സ്വദേശി മൂവ്മെൻറ്റും, ഇതാണ് അവിടെ ആ ഒരു ആൻസറായിട്ട് വരേണ്ടത്. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് വായിച്ച് നോക്കിയിട്ട് അതും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഫസ്റ്റ് വേൾഡ് വാർ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ നോക്കി വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നമുക്ക് 2 പോയിൻ്റ് ആയിട്ട്, ഒന്ന് കൊളാപ്സ് ഓഫ് എംപേഴ്സ്, സാമ്രാജ്യങ്ങളുടെ പതനം, അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻസും, ഇതുമാണ് വേൾഡ് വാർ ഫസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേൾഡ് വാർ ഫസ്റ്റ് നോക്കണം, സെക്കൻഡ് നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് റഷ്യൻ റെവല്യൂഷൻ, അതും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റഷ്യൻ റെവല്യൂഷൻ നോക്കിയിട്ട് പോകണം. ഇനി അടുത്ത് അതുപോലെ തന്നെ നമ്മുടെ പാലാസ് അല്ലേ, പാലാസ് ഭരണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, അതും കൂടെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻസർ കൂടെ ചേർത്തിട്ടാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആൻസറും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ ഇവിടെ നോക്കിയേ, അക്ബർ എന്തുകൊണ്ടാണ് രജപുത്ര കിങ്ഡംസ് അല്ലെങ്കിൽ രജപുത്ര രാജ്യങ്ങളുമായിട്ടൊക്കെ അലയൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സഖ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് കേട്ടോ. എന്തുകൊണ്ടാണ്? മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥിരതയും വികാസവും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അക്ബർ എന്ത് ചെയ്തത്, രജപുത്രരുമായിട്ടുള്ള രീതിയിൽ സഖ്യം തേടിയത്. രജപുത്രരുടെ സൈനിക ശേഷി പ്രയോജനപ്പെടുത്താനും അതുപോലെ തന്നെ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യത്തെ രാഷ്ട്രീയ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൽ വിശ്വസ്തരായിട്ടുള്ള സഖ്യകക്ഷികളെ നേടാനൊക്കെ ഇത് സഹായിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അക്ബർ രജപുത്ര രാജ്യങ്ങളുമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ ഓർത്ത് വയ്ക്കാം. ഇനി രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് ഇപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. സോ അത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, നോക്കി വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ബ്രഹ്മസമാജം സ്ഥാപിച്ചു, അത് ഏകദൈവ വിശ്വാസം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ജാതി വ്യവസ്ഥയുടെ നിരാകരണം, ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചു. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരണത്തിനായിട്ട് വാദിക്കുക ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നോക്കി, അതായത് സാമൂഹിക പരിഷ്കർത്താക്കളുണ്ടല്ലോ അവരെക്കുറിച്ചുള്ളതെല്ലാം നോക്കി വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവിടെ പറഞ്ഞിരിക്കുന്ന ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. ഇതേപോലെ ഓരോരുത്തരെ കുറിച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ വിഡോ റീമാരേജ് ആക്ട് എന്ന 1856 അതൊക്കെ ഓർത്ത് വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഗാന്ധിജീസ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 4 പോയിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, 4 നോക്കിയിട്ട് പോകണം, കാരണം ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ 2024 ഏപ്രിൽ മാസം മുതൽ 2025 ഏപ്രിൽ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. ചാപ്റ്റർ വൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് പോകണം. അത് കണ്ടിട്ട് നല്ലത് പഠിച്ചിട്ടും കൂടെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ചില വിദ്യാർത്ഥികൾ പറയും എന്താണ് ഇതിനകത്ത് മിസ്സ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അത് കൂടാതെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷന്, പിന്നെ നിങ്ങളുടെ വേദിക് ഏജ്, ഇതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ അത് നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ആഡ് ചെയ്യാതെ വന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ എന്തായാലും നാളത്തെ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമാവട്ടെ. ഹിസ്റ്ററിയാണ്, പഠിച്ചൊക്കെ ചിലപ്പോൾ ഓർമ്മയിൽ വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് പോയിൻ്റുമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോന്നും ഒരു 4-5 പോയിൻ്റ് വീതം പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഥ പോലെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഓരോ ഇതിൽ നിന്ന് ഒരു 5 പോയിൻ്റ് മാക്സിമം നിങ്ങൾ നോക്കിയിട്ട് പോവുക. എന്തെങ്കിലും എഴുതി വെക്കണമല്ലോ നമുക്ക് എന്തായാലും. അതുകൊണ്ട് നിങ്ങൾ ഓരോ സെക്ഷൻ പഠിക്കുമ്പോഴും അതിൽ നിന്ന് ഒരു 5 പോയിൻ്റ് സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ 5 പോയിൻ്റ് എഴുതി കൊടുക്കുക പോയിൻ്റായിട്ട് തന്നെ. പിന്നെ അതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്